ത്രിയേക ദൈവത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഈ സന്ധ്യയെങ്കിൽ ഈ വചനകൂടാരത്തിലും ഈ മണൽപ്പരിപ്പിലും അവിടുത്തെ വചന കേൾവിക്കായി ഞങ്ങളെ കൂട്ടിവരുത്തിയ വലിയ കരുണയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുവാനുള്ള താല്പര്യത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ബലഹീനനാകുന്ന അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അഭിവന്യ സഫ്രയൻ മെത്രാപ്പൊലീത്തമാർ, അഭിവന്യ തിരുമേനിമാർ, ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട വൈദികർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ സന്ധ്യയെങ്കിൽ നമ്മളുടെ ധ്യാനത്തിനായി വേദപുസ്തകത്തിൽ നിന്ന് 2-3 ഭാഗങ്ങൾ വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-18 വാക്യങ്ങൾ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. 18 നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു മനസ്സിൻ്റെ ഭാവങ്ങൾ നമ്മളിൽ എന്ന വിഷയം ആധാരമാക്കി ഇപ്പോൾ ഈ വായിച്ചു കേട്ട 2-3 വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ ഈ സന്ധ്യയിൽ ഒരുമിച്ച് പങ്കിടാം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. 2 വാക്കുകൾ ഈ ഒരു ചിന്താവിഷയത്തിലുണ്ട്. ഒന്ന് ക്രിസ്തു മനസ്സ്, മറ്റൊന്ന് ഭാവം. ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഹൂ ഈസ് ക്രൈസ്റ്റ്? ആരാണ് ക്രിസ്തു? ആരാണ് യേശു? ഈ ഒരു ചിന്തയ്ക്ക് ബോൽബലകമായി വേദപുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ 1-ാം ഭാഗമായി പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 മനസ്സ്, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സ്. മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം, ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മനോഭാവങ്ങൾ. ഈ ഭാവം എന്ന വാക്ക് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ പുറമേ ഉള്ള ഒരു കാഴ്ചയ്ക്ക് ഭാവം എന്ന് പറയാറുണ്ട്. ഇന്നാരുടെ ഭാവം ഇങ്ങനെ. എന്നാൽ അതുപോലെ തന്നെ ഒരാളിൻ്റെ ഭാവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേവലം ബാഹ്യമായി കാണുന്നൊരു കാഴ്ചയ്ക്കപ്പുറമായി അല്പം ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ഇത് സഹായകരമായിട്ട് തീരും. മനസ്സിലിരിപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഉള്ളിലിരിപ്പ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആരാണ് യേശു?
ആ യേശുവിൻ്റെ ഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് വിഷയങ്ങൾ ചുരുക്കസമയത്തിനുള്ളിൽ ഒരുമിച്ച് ചിന്തിക്കാം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽ കഴിഞ്ഞ വർഷം പഠന വിഷയമായി സ്വീകരിച്ചിരുന്നത് ട്രാവലിംഗ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ മനസ്സിനോട് ചേർന്ന സഹയാത്രികർ എന്ന വിഷയമായിരുന്നു. മുൻപേ ശുശ്രൂഷ ചെയ്യുന്ന 2 ഭദ്രാസനങ്ങളിൽ മനസ്സ് എന്നൊരു പദ്ധതി ആരംഭിച്ചത് ഓർക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒന്ന് മാത്രമായിരുന്നു: ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന ഈ പദ്ധതിയിലൂടെയൊക്കെ ആഗ്രഹിച്ചത് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ സമൂഹത്തിൻ്റെ അതിരുകളിൽ കഴിയുന്ന ചില ആളുകളുടെയെങ്കിലും വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ വായനക്കാരുടെ ശ്രദ്ധയിൽപ്പെടത്തക്കോണം ചില വാർത്തകൾ, ഒന്നുകിൽ വീടില്ല, അല്ലെങ്കിൽ ഓപ്പറേഷന് പണമില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് നിവൃത്തിയില്ല, അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ കാണുമ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, മനസ്സലിവ് എന്നതായിരുന്നു ആ പദ്ധതിയുടെയൊക്കെ ഒരു ചേതോവികാരം. ഞാൻ അതുവേ പറഞ്ഞല്ലോ, ഹൂ ഈസ് ക്രൈസ്റ്റ്? യേശു ആരാണ്? യേശുവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? അതിനെന്നാ ഇത്ര വലിയ പ്രത്യേകത? തീമോഥെയോസിന്റെ മനസ്സെന്ന് ആരും പറയാറില്ല, അങ്ങനെ പറയുകയും വേണ്ട. എന്നാൽ യേശുവിൻ്റെ മനസ്സ് അതല്പം വ്യത്യസ്തതയുള്ളതാണ്. എന്താണ് ആ യേശുവിൻ്റെ മനസ്സ് പ്രത്യേകതയുള്ളതായി തീരണമെങ്കിൽ ഹൂ ഈസ് ക്രൈസ്റ്റ് ടു അസ്? യേശു ആരാണ് നമുക്ക്? യേശുവിൻ്റെ മനസ്സ് നമ്മുടെ ഒരു ചിന്താവിഷയമാക്കണമെങ്കിൽ ആരാണ് യേശു? ഇത് നമുക്ക് നന്നായി വെളിവാക്കുന്ന ചില ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. യേശു ആരാണ്? അതിനെ സഹായകരമായ വേദപുസ്തകത്തിലെ 2 വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി മത്തായി എഴുതിയ സുവിശേഷം എന്ന് വായിച്ചു കേട്ടാം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പരിചിതമാണ്. ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സഭയുടെ അടിസ്ഥാനം ഈ യേശുവിലുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വിശ്വാസമാണ് സഭയുടെ അടിസ്ഥാനം. മാമോദീസ, സ്ഥിരീകരണ ശുശ്രൂഷ അല്ലെങ്കിൽ കൺഫർമേഷൻ അല്ലെങ്കിൽ മോറോൻ അഭിഷേക ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ മാതാപിതാക്കളും ജ്ഞാനമാതാപിതാക്കളും പൈതലിന് വേണ്ടി യേശു മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാറുണ്ട്. ആ ശുശ്രൂഷയുടെ അവസാന ഭാഗം കാർമികൻ പ്രബോധനം നൽകുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഈ പൈതൽ വളർന്ന പ്രായമായതിനു ശേഷം താൻ തന്നെ യേശു മശിഹായിൽ വിശ്വസിക്കുന്നുവെന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ അഭ്യസിപ്പിക്കേണ്ട ചുമതല സഭ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നുവെന്ന് സഭയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ അടിസ്ഥാനം ഈ യേശുവിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന ഇടമാണ് സഭയിലെ സൺഡേ സ്കൂളുകൾ. ദ ബേസിക് റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് ദ പേരൻസ്. മാതാപിതാക്കളിലുമാണ് ഈ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്. അവരോടാണ് പറയുന്നത്, ഈ പൈതൽ വളരുമ്പോൾ അവർ തന്നെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയത്തക്ക വിധത്തിൽ വളർത്തണമെന്ന്. 13-ാം വയസ്സിലോ 14-ാം വയസ്സിലോ കുട്ടികൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അറിവോടുകൂടെ
കുട്ടികൾ അവർ വരുമ്പോൾ അവർ ഏറ്റു പറയുന്നു അവരുടെ വിശ്വാസം, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് അവർ ഏറ്റു പറയുന്നു. മാതാപിതാക്കളുടെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും ചുമതലയാണ് ഈ വിശ്വാസം തലമുറകളിലേക്ക് പകരുക എന്നത്, ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്നതോടൊപ്പം സഭയുടെ അടിസ്ഥാനമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പകരപ്പെടേണ്ടതാണ്. എത്ര മാതാപിതാക്കൾ, എത്ര സൺഡേ സ്കൂൾ അധ്യാപകർ ഇത് ഗൗരവമായി എടുക്കുന്നുണ്ട്? കുട്ടികളെ ദൈവവിഷയമായി സമ്പന്നരാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും എന്ന് പറയാതെ നിവൃത്തിയില്ല. നല്ലവരും വലിയവരും ആക്കുക മാത്രമല്ല, ദൈവവിശ്വാസമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഇന്നിൻ്റെ ആവശ്യം. ഇത് നമുക്ക് കഴിയണം. യേശുവിലുള്ള വിശ്വാസമാണ് സഭയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുവാൻ ഞാനിത്രയും പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ വിശ്വാസ പ്രഖ്യാപനം വേദപുസ്തകത്തിൽ കാണുന്ന മറ്റൊരു അപ്പോസ്തലൻ്റേതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ പരിചിതമാണ്. എങ്കിലും അല്പമായി ഒന്ന് വിശദീകരിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പലവട്ടം പ്രത്യക്ഷനായി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയും യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഡൗട്ടിങ് തോമസ് എന്ന് പറയപ്പെടുന്ന, ഞാൻ വേറൊരു പേരോട് കൊടുക്കുകയാണ്, ഡെയറിങ് തോമസ്, യെരുശലേം നഗരവീഥിയിൽ ഭയമില്ലാതെ നടക്കുകയായിരുന്നു എന്ന് എൻ്റെ വിചാരം. ബാക്കിയുള്ളവരെല്ലാം മുറിയിൽ വാതിലടച്ചിരിക്കെ ഈ സംശയാലു എന്ന് പറയപ്പെടുന്ന തോമസ് ഭയലേശ്യമെന്നെ, അതുകൊണ്ടാണ് ഞാൻ ഡെയറിങ് എന്ന് പറഞ്ഞത്. ഈ തോമസ് യെരുശലേം നഗരവീഥിയിലൊക്കെ ആയിരുന്നിരിക്കാം. മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. എന്നാൽ ശിഷ്യന്മാർക്ക് തൻ്റെ കൂട്ടുകാർക്ക് ലഭിച്ചതായി പ്രത്യക്ഷപ്പെടലിൻ്റെ വാർത്തയിൽ, കേട്ടറിവിൽ വിശ്വസിക്കാതെ തനിക്ക് ഇത് അനുഭവം ആകണമെന്ന് താല്പര്യം മാനിച്ച് തോമസിന് വേണ്ടി 8 ദിവസം കഴിഞ്ഞപ്പോൾ തോമസും കൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് തോമസിനോട് പറയുന്നു, നിൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടുക, എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക, ആണിപ്പഴുതിൽ വിരലിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അവൻ്റെ അറിവ് അവൻ അനുഭവമാക്കി കൊടുക്കുന്നു. തോമസ് അപ്പോസ്തലൻ്റെ ഈ അറിവും അനുഭവവും, ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, അതാണ് AD 52 തോമസ് അപ്പോസ്തലനെ ഭാരതത്തിലേക്ക് വരുവാൻ പ്രേരണയായിട്ട് തീർന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത്. യേശു ക്രിസ്തു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന വിശ്വാസമാണ് സഭയുടെ അടിസ്ഥാനം. ഈ അറിവും അനുഭവവുമാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. നോളജ് ഓഫ് ഗോഡ് ആൻഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇത് രണ്ടാ. നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിലുള്ള വിശ്വാസം. കേവലം അറിവ് മാത്രമാണ്. ചിലപ്പോൾ കേട്ടറിയുന്നതും കണ്ടറിയുന്നതും വായിച്ചറിയുന്നതും പഠിച്ചറിയുന്നതുമൊക്കെ കേവലം അറിവ് മാത്രമാണ്. എന്നാൽ ഈ അറിവിൻ്റെ കൂടെ അത് അനുഭവമായി തീരുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമായി തീരുന്നത്. നാം വസിക്കുന്ന ലോകത്തോടെ ഉറക്കെ പറയുവാൻ നമുക്ക് കഴിയണം, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, യേശു നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഈ അറിവിനോട് ചേർന്നുള്ള വിശ്വാസമില്ലാതുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ, പരിപാടികളൊക്കെ, അതിൻ്റെയൊക്കെ ലക്ഷ്യം ഒന്നുകിൽ വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ ഫോട്ടോ മാനിയായുമാണ് എന്നത് വിസ്മരിച്ച് കളയരുത്. ചരമവാർത്തകളിലും മരണക്കുറിപ്പുകളിലും പോലും മക്കളുടെയും കൊച്ചുമക്കളുടെയും പേരും പെരുമയും വലിപ്പവും പെരുപ്പിച്ചു കാണിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന കാലത്ത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം യേശുവിലുള്ള വിശ്വാസമാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. 2022 ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. അന്ന് ഈ വിദേശത്തേക്കുള്ള കുടിയേറ്റമൊക്കെ ആരംഭിച്ചൊരു കാലമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നു, ബ്രെയിൻ ഡ്രെയിൻ്റെ ഒരു കാലമാണ്. നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ വിദേശങ്ങളിലേക്ക് കയറ്റി വിടുന്നതിലൂടെ നമ്മുടെ ബുദ്ധിയുടെ ഒരു കയറ്റുമതിയാണ് നടക്കുന്നത് എന്ന് 2022 പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഈ വേദിയിൽ.
അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ബ്രെയിൻ ട്രെയിൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഈസ് എ ഫെയ്ത്ത് ട്രെയിൻ. വിശ്വാസം ട്രെയിൻ ഔട്ട് ചെയ്ത് പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. നല്ല ജോലിയായി, നല്ല സമ്പാദ്യമായി, 1-2 തലമുറയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഇളം തലമുറയിലെ വിശ്വാസം എങ്ങനെയെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. ഫെയ്ത്ത് ട്രെയിൻ, മറ്റേത് വിദേശത്തേക്ക് ട്രെയിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഫെയ്ത്ത് ട്രെയിനിങ് ഔട്ട് ടു നോവെയർ എന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം ഇളം തലമുറയിലേക്ക് പകരപ്പെടേണ്ട ഉത്തരവാദിത്വം, യേശു ആരാണ് എന്ന ലോകത്തോട് സാക്ഷിക്കുവാൻ തക്ക കോൺഫിഡൻസ് ഉള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയണം എന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞത് ഓർക്കുന്നു. യേശു ക്രിസ്തുവാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മുടെ കഴിഞ്ഞ ദിവസം ഇവിടെ സാമൂഹിക തിന്മകൾക്കെതിരായിട്ടുള്ള മീറ്റിംഗ് നടന്നപ്പോൾ അതിൽ പ്രസംഗിച്ചതായിട്ടുള്ള ബിഷപ്പ് ടോണി നിലങ്കാവിൽ പറയുകയുണ്ടായി, ഈ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളും തിന്മയിൽ അകപ്പെടില്ല. യേശു ആരാണെന്ന് ബോധ്യമുള്ള ഒരാൾ, യേശു എന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ നിലനിൽക്കുന്നൊരു വിശ്വാസി പോലും തിന്മകൾക്ക് വിധേയപ്പെട്ട് പോവുകയില്ല, തിന്മയ്ക്ക് ബലിയാടാകുകയില്ല. അവിടെ അദ്ദേഹം ഊന്നി പറഞ്ഞത് ഓർക്കുന്നു, ഈ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഈ ഐഡൻറ്റിറ്റി ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് ഏത് വിധേനയും ജീവിച്ചുകൊള്ളാമെന്ന് തോന്നുന്നതും ധാർമ്മികമായ അല്ലെങ്കിൽ സാമൂഹികമായ തിന്മകൾക്കൊക്കെ പലപ്പോഴും വിശ്വാസികൾ വിധേയപ്പെട്ടുമൊക്കെ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ സത്യവചനത്തെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ സത്യവചനം, ഈ സുവിശേഷം, ഈ യേശുവിലുള്ള വിശ്വാസമാണ് സഭയ്ക്ക് അടിസ്ഥാനം എന്നുള്ളതൊന്നുകൂടെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മദർ തെരേസ്യ പറഞ്ഞത് പ്രകാരമാണ്, ബട്ട് ഫോർ മൈ ലവ് ഫോർ ക്രൈസ്റ്റ്. യേശുവിനോടുള്ള സ്നേഹമില്ലായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഓടയിൽ കിടക്കുന്ന എൻ്റെ സഹോദരനെ എൻ്റെ മടിയിൽ ഞാൻ കിടത്തുകയില്ലായിരുന്നു. ആ വിശ്വാസമാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. ബട്ട് ഫോർ മൈ ലവ് ഫോർ ക്രൈസ്റ്റ്, യേശുവിലുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് ഒന്നാം ഭാഗമായി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ ലോകത്തോട് പറയുവാൻ നമുക്ക് കഴിയണം. ഹൂ ഈസ് ക്രൈസ്റ്റ്? യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയും. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ പണിയപ്പെടുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. യേശു ആകുന്നു നമ്മുടെ അടിസ്ഥാനമെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ഭാവത്തിന് വലിയ പ്രത്യേകതയുള്ളൂ. അല്ലെങ്കിൽ എന്നാ വ്യത്യാസം? യേശുവാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ അവൻ്റെ ഭാവം നമുക്ക് വിലയേറിയതാണ്. ആ ഭാവത്തിൻ്റെ ചില ആസ്പെക്ട്സ് ഇനിയുള്ള ഭാവങ്ങളിലൂടെയൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ള ഭാവം നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. വെറുതെ പറയുന്നതല്ല. കാരണം നാം വിശ്വസിക്കുന്നു, നാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു യേശു ആരാണ് നമുക്ക്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, യേശു സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടായേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ഈ ക്രിസ്തുവിലുള്ള ഭാവം എന്ന് ചില വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ പ്രസംഗത്തിലും അഭിമന്യ ഇവാന്യോസ് തിരുമേനി നന്നായി പറയുകയുണ്ടായി. ഈ പ്രതികൂലങ്ങളൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ത്രിയേക ദൈവത്തിലുള്ളൊരു വിശ്വാസമാണ് ശാന്തതയോടുകൂടി അവർക്ക് ആയിരിക്കാനായിട്ട് ഇടയാക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. ഈ കൺവെൻഷൻ പ്രസംഗങ്ങളുടെ എല്ലാം ത്രസ്റ്റ് അതാണ്, ഈ യേശുവിലുള്ള വിശ്വാസം. ആ യേശുവിൻ്റെ ഭാവങ്ങൾ എന്തെല്ലാം, മനസ്സിൻ്റെ ഭാവങ്ങൾ എന്തെല്ലാം എന്ന് ചുരുക്കമായി പറയുവാൻ അത് ഞാൻ പറയാൻ ശ്രമിച്ചത്, യേശുവാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ ഈ യേശുവിൻ്റെ ഭാവങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടണം എന്നുള്ളത് പറയുവാൻ ആഗ്രഹിക്കും. ഈ ഭാവങ്ങളിൽ ചിലത് മാത്രം എടുത്തു പറയാൻ, വേദവസ്തുത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഈ പരിശുദ്ധ ശുശ്രൂഷ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ ധാരാളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെല്ലാം ഇന്നത്തെ സാഹചര്യത്തിലും അന്നത്തെ സാഹചര്യത്തിലും ഒരുപോലെ പ്രസക്തമാണ്. അന്ന് യേശു രോഗിയെ കണ്ട് മനസ്സലിഞ്ഞുവെങ്കിൽ ഇന്നും രോഗി ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് തൻ്റെ ഏകമകൻ്റെ മരണത്തിൽ നയ്യലിനെ വിധവയുടെ കണ്ണുനീര് കണ്ട് കരഞ്ഞുവെങ്കിൽ ഇന്ന് അത്രയോ ആ വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അന്ന് വിശക്കുന്നവരെ കണ്ട് മനസ്സറിഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ എവിടെയെല്ലാം വിശപ്പുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ ഭാവം അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമാണ്. യേശുവിൻ്റെ ഭാവം
അന്ന് തൻ്റെ പ്രവർത്തനത്തിന് സഹായകരമായി തീർന്നുവെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാവങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി യേശുവിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാവമാണ് മനസ്സലിവിൻ്റെ ഭാവം. യേശുവിൻ്റെ മനസ്സിൻ്റെ ഒരു ഭാവമാണ് മനസ്സലിവിൻ്റെ ഭാവം. പുതിയ നിയമത്തിൽ പ്രത്യക്ഷമായി തന്നെ യേശു കർത്താവിൻ്റെ മനസ്സലിവിൻ്റെ പരാമർശനങ്ങൾ ധാരാളം നാം കാണുന്നുണ്ട്. തൻ്റെ അത്ഭുത പ്രവർത്തികൾക്കൊക്കെ മനസ്സലിവായിരുന്നു കാരണമായിരുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ പ്രാരംഭത്തിൽ നാം വായിച്ചത് പ്രകാരമാണല്ലോ, യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് സൗഖ്യം വന്നു. മനുഷ്യന് നൽകുവാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ വലിയ പ്രതിഫലനമാണ് മനസ്സലിവ് എന്നത്. മനുഷ്യന് നൽകുവാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ വലിയ പ്രതിഫലനമാണ് മനസ്സലിവ് എന്നത്. സ്നേഹത്തിൻ്റെ ദൃശ്യഭാവം, വിസിബിൾ എക്സ്പ്രഷനാണ് മനസ്സലിവ് എന്നത്. കമ്പാഷൻ ഈസ് എ ഡീപ്പ് ഇമോഷണൽ റെസ്പോൺസ് ദാറ്റ് വൺ എക്സ്പീരിയൻസസ് ടുവേർഡ്സ് അനദർ പേഴ്സൺസ് സഫറിങ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നമ്മിൽ ഉരുവാകുന്ന ഒരു വൈകാരിക പ്രതികരണമാണ് മനസ്സലിവ്. ഞാനൊന്നുകൂടെ പറയട്ടെ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നമ്മിൽ ഉരുവാകുന്ന ഒരു വൈകാരിക പ്രതികരണമാണ് മനസ്സലിവ്. കുഷ്ഠരോഗി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറയുമ്പോൾ, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞ് അവനെ തൊട്ടു. അവൻ സൗഖ്യമായി. ആരാണ് ഈ കുഷ്ഠരോഗി? അരികവൽക്കരിക്കപ്പെട്ടവനാണ്. ഈസ് മാർജിനലൈസ്ഡ്. അവൻ അസ്പർശ്യനാണ്. ആരും തൊടുവാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ്. ഈസ് എൻ അൺടച്ചബിൾ. അവൻ പാളയത്തിൻ്റെ പുറത്ത് താമസിക്കുവാൻ, ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ്. ഹീസ് എൻ ഔട്ട്കാസ്റ്റ്. ഈ കുഷ്ഠരോഗിയെ തൊട്ടാൽ ആചാരപ്രകാരം താനും അശുദ്ധനാകും എന്ന് അറിഞ്ഞിരിക്കെ ഒരു വാക്കുകൊണ്ട് ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുക്കാം എന്നറിഞ്ഞിരിക്കെ യേശു അവനെ തൊട്ടു. ഒരു സ്പർശനത്തിലൂടെ ജീവനെ ഹനിക്കുന്ന, ജീവനെ നിഷേധിക്കുന്ന ആചാരങ്ങളെ യേശു ലംഘിക്കുകയാണ്. ഒരു സ്പർശനത്തിലൂടെ തൊടാതെ അവന് സൗഖ്യമാക്കാമായിരുന്നു. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി സൗഖ്യമാക്കുവാൻ. എന്നാൽ ആരും തൊടാത്ത ഞാൻ നിന്നെ തൊടുകയാണ്. ഈ സ്പർശനത്തിലൂടെ അവൻ ആചാരലംഘനം നടത്തുക. എന്തിനു വേണ്ടിയാണ് ഈ ആചാരലംഘനം നടത്തുന്നത്? ജീവനെ ഹനിക്കുന്ന, ജീവനെ നിഷേധിക്കുന്ന എല്ലാ ആചാരങ്ങളോടുമുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് തൻ്റെ മനസ്സലിവിലൂടെ ഇവിടെ പ്രകടമാക്കുന്നത്. മാത്രമല്ല, സമൂഹത്തിൻ്റെ വിലക്കുകളെ യവന് വേണ്ടി മറികടക്കുകയാണ് യേശു കർത്താവ്. നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഈ വിധത്തിലുള്ള മനസ്സലിവ് ഉണ്ടാകാറുണ്ടോ? വാക്കിംഗ് എ സെക്കൻഡ് മൈൽ. ഒരാവശ്യം വരുമ്പോൾ ആചാരങ്ങൾക്കപ്പുറമായി, ആചാരമര്യാദകൾക്കപ്പുറമായി ഒരു മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഒരു മനസ്സലിവിൻ്റെ വിധത്തിലുള്ള പ്രതികരണം നമ്മൾ ഉണ്ടാകാറുണ്ടോ? അരികവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ മനസ്സലിവ് നമ്മളിലുണ്ടോ? എത്രയോ പേരെ നാം അകറ്റി നിർത്തിയിരിക്കുകയാണ്. കോവിഡ് കാലത്ത് ഡിസ്റ്റൻസിങ് എന്നത് പറയുമായിരുന്നു. ഡിസ്റ്റൻസിങ് എല്ലാവരും അകത്ത് നിർത്തണമായിരുന്നു കോവിഡ് കാലത്ത്, അല്ലേ? ഡിസ്റ്റൻസിങ്. ഇന്ന് കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴും ശാരീരികമായും മാനസികമായും നാം ഈ ഡിസ്റ്റൻസിങ് ഒക്കെ തുടരുക. പല കാരണങ്ങൾ പറഞ്ഞ് പലരുടെയും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഇങ്ങനെയുള്ള നമ്മുടെ മനോഭാവം, അകറ്റി നിർത്തലിൻ്റെ ഈ മനോഭാവം, ആചാരങ്ങൾ പറഞ്ഞുകൊണ്ട്, അനുഷ്ഠാനങ്ങൾ പറഞ്ഞുകൊണ്ട്, ചില രീതികൾ പറഞ്ഞുകൊണ്ട് ചിലരുടെ അകറ്റി നിർത്തുന്ന ഈ മനോഭാവം ക്രിസ്തുവിൻ്റെ മനസ്സിന് ചേരുന്നതാണോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന് 36 നാം വായിക്കുന്നു, അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന് 34 ഇപ്രകാരം വായിക്കുന്നു, പുരുഷാരത്തെ കണ്ടാറെ അവൻ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു എന്ന്. യേശു മനസ്സലിയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിഹ്നിയവരെയും ചിതറിയവരെയും കണ്ടിട്ടാണ്. ചിഹ്നിയവർ, ചിതറിയവർ എന്ന വാക്കിന് ഹരാസ്ഡ് ആൻഡ് ഹെൽപ്ലെസ് എന്ന് പറയാറുണ്ട്. ചിഹ്നിയവർ എന്ന വാക്കിൻ്റെ അർത്ഥം കഷ്ടപ്പെടുന്നവർ, നിരസിക്കപ്പെട്ടവർ, വിഷമിക്കുന്നവർ, ദുഃഖിക്കുന്നവർ,
നിസ്സഹായർ, വലിച്ചെറിയപ്പെട്ടവർ എന്നൊക്കെയാണ് പല അർത്ഥങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. വലിച്ചെറിയപ്പെട്ട എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പലതരത്തിൽ വലിച്ചെറിയപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരുമുള്ള ഒരു സമൂഹത്തിൽ യേശു കർത്താവിൻ്റെ ഈ പുരുഷാരത്തിൽ രോഗികളുണ്ട്, മുടന്തരുണ്ട്, കുരുടരുണ്ട്, ഊമരുണ്ട്, കൂനരുണ്ട്. എവരൊക്കെ ഉൾപ്പെടുന്നു. എവരെ കണ്ട് യേശു മനസ്സലിഞ്ഞു. ഇന്നും നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പുരുഷാരത്തിൽ ഇവരെല്ലാവരും ഉണ്ട്, കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വലിച്ചെറിയപ്പെട്ടവരുണ്ട്, ചിഹ്നിയവരുണ്ട്, ചിതറിക്കപ്പെട്ടവരുണ്ട്, ഊമരുണ്ട്, കുരുടരുണ്ട്. അന്നത്തെ പുരുഷാരവും ഇന്നത്തെ പുരുഷാരവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. യേശുവിൻ്റെ കാഴ്ച അവർക്ക് തൻ്റെ മനസ്സലിവിന് കാരണമായി തീരുന്നുവെങ്കിൽ ഈ കാഴ്ചകൾ വല്ലതും നമുക്ക് മനസ്സലിവ് നമ്മളിൽ ഉളവാകാൻ കഴിയുന്നുണ്ടോ? ഈ മനസ്സലിവിൻ്റെ ദൃശ്യഭാവമാണ് സഭയുടെ ദൗത്യമായി ലോകത്തിൽ നാം കാണിക്കേണ്ടത്. ഈ മനസ്സലിവിൻ്റെ ദൃശ്യഭാവമാണ് സഭയുടെ ദൗത്യമായി ലോകത്തിൽ നാം കാണിക്കേണ്ടത്. സഭയിലെ വിവിധ സ്ഥാപനങ്ങൾ ഇതിനുദാഹരണമാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള പത്തനാപുരം ആശാഭവൻ, മാവേലിക്കര ജ്യോതിസ്, ഓർമ്മ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള പുനലൂർ സ്മൃതിയൊക്കെ യേശുവിൻ്റെ മനസ്സലിവിൻ്റെ ഭാവം പകരപ്പെട്ട അഭിവന്യ കൂറുലോസ് തിരുമേനിയുടെ മനസ്സലിവിൻ്റെ സഭയിലെ ദൃശ്യഭാവങ്ങളിൽ ചെറുതാണ്. തിരുമേനി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. തിരുമേനിയുടെ കാലത്തൊക്കെ ആരംഭിച്ച ചില പ്രസ്ഥാനങ്ങൾ ഈ യേശുവിൻ്റെ മനസ്സലിവ് തിരുമേനിയിലേക്ക് പകരപ്പെട്ടതുകൊണ്ടാണെന്ന എൻ്റെ വിചാരം. തിരുമേനിയെ നിരസിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ അൽഷിമേഴ്സ് രോഗികൾക്ക് വേണ്ടി പുല്ലൂർ സ്മൃതിയിൽ ചെന്നാൽ കാണാം 70ഓളം ആളുകൾ അവിടെ എന്താ നടക്കുന്നതെന്ന് തിരിച്ചറിയില്ല. അവർക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് ഈ മനസ്സലിവിൻ്റെ ദൃശ്യഭാവങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. നയീനിലെ വിധവയുടെ മരിച്ചുപോയ ഏക മകനെ ഉയർപ്പിച്ച സംഭവമാണത്. ഏക മകൻ മരിച്ചപ്പോൾ അവളുടെ കണ്ണുനീര് കണ്ടപ്പോൾ ഈ മകനെ ഉയർപ്പിക്കുന്നു. കരയുന്ന കണ്ണിലെ കണ്ണീരൊപ്പുന്നതാണ് മനസ്സലിവ്. കരയുന്ന കണ്ണിലെ കണ്ണീരൊപ്പുന്നതാണ് മനസ്സലിവ്. ഇന്ന് രാവിലെ അഭിവന്യ ഇവാനിയോസ് തിരുമേനയുടെ പ്രസംഗത്തിൽ ഒരു സൂഫി സെയിൻറ്റ് പേരെന്ന് എന്നോട് ചോദിക്കുന്നത്, എൻ്റെ നാവിലൊന്നും ഉൾക്കൊള്ളത്താത്ത പേരാണ്. തിരുമേനോട് ചോദിച്ചറിയാം. ഒരു സൂഫി സെയിൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി തിരുമേനി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. Where water flows, there is life. Where tears falls, there is the mercy of Christ. എവിടെ വെള്ളം ഒഴുകുന്നു അവിടെ ജീവനുണ്ട്. എവിടെ കണ്ണുനീരൊഴുകുന്നുവോ അവിടെ കർത്താവിൻ്റെ കരുണയുണ്ട്. എവിടെ വെള്ളം ഒഴുകുന്നുവോ അവിടെ ജീവനുണ്ട്. എത്ര അർത്ഥവത്താണ്! എവിടെ കണ്ണുനീർ ഒഴുകുന്നുവോ അവിടെ കർത്താവിൻ്റെ മേഴ്സിയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ചെറിയ ജീവനക്കാരിൽ നിന്ന് ലോകം ആദരിക്കുന്ന കാരുണ്യ പ്രവർത്തകനായി മാറിയ വ്യക്തിയാണ് ശ്രീ PU തോമസ്. മെഡിക്കൽ കോളേജിലെ രോഗികൾ പണമില്ലാത്തതിനാൽ പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ശമ്പളത്തിൽ നിന്ന് 5 രൂപ മാറ്റിവെച്ച് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ സേവനം. പിന്നീടിത് വലിയൊരു പ്രസ്ഥാനമായി. നവജീവൻ ട്രസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നു ദിവസവും 5000 പേർക്ക് ഭക്ഷണം നൽകുന്നു. തൻ്റെ ശമ്പളത്തിൽ നിന്ന് 5 രൂപ മാറ്റിവെച്ച് വിശക്കുന്നവൻ അപ്പം കൊടുത്ത് തുടങ്ങിയ ഒരു പദ്ധതി ഒരു ദിവസം 5000 പേർക്ക് ഭക്ഷണം നൽകുന്നു. ദിവസവും 5000 പേർക്ക്. താൻ വിശ്വസിക്കുന്ന ക്രിസ്തു മനസ്സിൻ്റെ മനസ്സലിവ് PU തോമസ് സാറിലേക്ക് പകരപ്പെട്ടതല്ലേ ഈ എത്രയോ പേർക്ക് അത് രക്ഷയായി മാറുന്നത്? താൻ വിശ്വസിക്കുന്ന യേശു കർത്താവിൻ്റെ മനസ്സലിവ് തന്നിലേക്ക് പകരപ്പെട്ടതല്ലേ ഈ PU തോമസ് സാറിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് കാരണമായി തീർന്നത്? പ്രിയമുള്ളവരെ, വലിയ തോതിലല്ല എങ്കിലും വിശക്കുന്നവൻ അപ്പമാകുവാൻ കയ്യെത്താവുന്ന ദൂരത്ത്, നമ്മുടെ നോട്ടമെത്താവുന്ന ദൂരത്ത് വിശക്കുന്നവൻ അപ്പമായി തീരുവാൻ നമുക്കും കഴിയില്ലേ? വിശക്കുന്നവരോടുള്ള യേശുവിൻ്റെ മനസ്സലിവാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന പോലെയുള്ള ധാരാളം സംഭവങ്ങൾ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 123 രാജ്യങ്ങളിൽ ഇന്ത്യ 102-ാം സ്ഥാനത്താണ്. വിശക്കുന്ന മനുഷ്യനുള്ള നാടാണ് ഭാരതം. ഇന്ത്യയിൽ 3-ൽ 1 കുട്ടിക്ക് പോഷകാഹാരം ലഭിക്കാത്തതിനാൽ വളർച്ച മുരടിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെയുള്ളവരില്ലേ? ഒരു നേരത്തെ
ആഹാരത്തിനായി കാത്തിരിക്കുന്നവർ, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ സ്നേഹാമൃതം രാവിലെ തോറും ജനറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കൊട്ടാരക്കരയുടെ തെരുവുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് നൽകുന്ന ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് സ്നേഹാമൃതം. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ഉച്ചഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി ആ ഭദ്രാസനം ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് സമൃദ്ധി. ഇവയൊക്കെ ഈ വിധത്തിലുള്ള സഹായിക്കുന്ന പദ്ധതികളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലെ ജന്മദിന, മാമോദീസ, വിവാഹ, ഭവനവാഴ്വ് മുതലായ ആഘോഷങ്ങളിലെ ഭക്ഷണ ധൂർത്ത് എത്രയോ വലുതാണ്. ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് എത്തിയാൽ പള്ളിയിൽ കയറാതെ ശുശ്രൂഷ തീരുന്നത് വരെ നിന്ന് കുടിക്കുവാനും കഴിക്കുവാനും ഉള്ള ക്രമീകരണമുണ്ട്. അത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. കാറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ കുടിയും കഴിപ്പും തുടങ്ങിയതാണ്. ഇറങ്ങുമ്പോഴും അത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഹോളിൽ തിന്നാനും കുടിക്കാനും ധാരാളം. അതിനുശേഷം റിസപ്ഷൻ ഹാളിൽ കഴിച്ചാലും തീരാത്ത വിധം വിഭവസമൃദ്ധമായ ഭക്ഷണമേശ. ഇതൊരു ധൂർത്തല്ലേ? വിശക്കുന്നവർ ചുറ്റുപാടുകളിലുള്ളപ്പോൾ ഈ ധൂർത്ത് കർത്താവിൻ്റെ മനസ്സിന് ചേരുന്നതാണോ? വിശക്കുന്നവർ ചുറ്റുപാടുകളിലുള്ളപ്പോൾ കർത്താവിൻ്റെ മനസ്സിന് ഇത് ചേരുന്നതാണോ? സാന്ദർഭികമായ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ധാരാളം പള്ളികളിലൊക്കെ വിവാഹത്തോട് ചേർന്ന് മാമോദിസയുടെയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പള്ളിക്കകത്ത് കയറിയില്ലെങ്കിലും വേണ്ടില്ല, പുറത്ത് വന്നിരിങ്ങനെ കഴിപ്പും കുടിപ്പും അവസാനം പിന്നെ ഹോളിലും പോകും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇളയ സഹോദരന്മാരൊക്കെ വിവാഹത്തിനൊക്കെ പള്ളിയിൽ വരുമ്പോൾ, കാരണം പള്ളിക്കകത്ത് കയറി വലിയ പരിചയമില്ല, പുറത്തു വന്നേ കണ്ടിട്ടുള്ളൂ, കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുക. പെണ്ണ് കെട്ടാൻ വന്ന് നിൽക്കുമ്പോൾ മിന്നെടുത്ത് കൊടുത്താൽ, കെട്ടാൻ പറഞ്ഞെങ്കിലേ കണ്ടിട്ട് വേണ്ടേ മിന്ന് കെട്ടുന്നേ. ഇതങ്ങോട്ട് എടുത്ത് കൊടുക്കുമ്പോൾ എവൻഗേലിയം വായിക്കുമ്പോൾ കൈ പിടിക്കാനും കൂടി ചെന്ന് കൈ പിടിപ്പിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന എവൻഗേലിയം മാറ്റുമ്പോൾ സാധാരണ നമ്മുടെ പതിവ് കൈ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ എവൻഗേലിയം വായിൽ കേൾക്കുക എന്നുള്ളതാണ്. മെത്രാൻ അല്ലെങ്കിൽ കാർമികൻ തിരിച്ചു വരുമ്പോഴേ കൈയൊക്കെ വിട്ട് കഴിയും. ഒന്ന് കുരിശ് വരയ്ക്കാനായിട്ട് പറയുമ്പോൾ റൂഷ്മായൊക്കെ വരയ്ക്കുമ്പോൾ കുരിശ് വരയ്ക്കുവാൻ പറയുമ്പോൾ അച്ഛന്മാരാംഗ്യം കെട്ടിയാലും ആരാംഗ്യം കെട്ടിയാലും അവർക്കത് കണ്ടിട്ട് വേണ്ടേ, പള്ളിക്കകത്ത് കയറിയിട്ട് വേണ്ടേ? പള്ളിക്ക് പുറത്ത് തന്നെ കഴിപ്പും കുടിപ്പും ഒക്കെ എന്തോ ഒരു ധൂർത്ത്. ഇത് പള്ളിയിൽ നിന്ന് തന്നെ ആളുകളെ അകറ്റുന്നെന്ന് എൻ്റെ വിചാരം. ഈ വിധത്തിലുള്ള ധൂർത്തൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. പണമുണ്ടെങ്കിൽ നല്ലതാണ്, പണത്തിൻ്റെ പ്രതാപം ഈ വിധത്തിലുള്ള ധൂർത്തിലാകരുത് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ നിലവിളികളോട് പ്രതികരിക്കുന്നൊരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 കുരുടന്മാരുടെ നിലവിളി കേട്ടപ്പോൾ യേശു കർത്താവിൻ്റെ മനസ്സലിഞ്ഞ് അവർക്ക് സൗഖ്യം നൽകി. മറ്റ് ധാരാളം ഭാഗങ്ങളിൽ നമുക്കിത് കാണാം. കനാന്യ സ്ത്രീയുടെ നിലവിളി കേട്ടപ്പോൾ അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്തതായിട്ട് കാണുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ 10 കുഷ്ഠരോഗികളുടെ നിലവിളി കേട്ടപ്പോൾ യേശുനാഥ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറയുമ്പോൾ ഉറക്കെ നിലവിളിക്കുന്ന യേശു കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 47-48 വാക്യങ്ങൾ വ്യർത്ഥമായി ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ നിലവിളികളെ കേൾക്കുന്ന മനസ്സലിയുള്ള കർത്താവിൻ്റെ ഈ ഭാവം പ്രിയരെ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? ലാസറിൻ്റെ മരണത്തിൽ താൻ മരിച്ച ലാസറിനെ ഓർപ്പിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞിരിക്കെ, യേശുവിനറിയാം താൻ ലാസറിനെ ഉറപ്പിക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ മാർത്തയുടെയും മറിയുടെയും കണ്ണുനീർ കണ്ടപ്പോൾ കണ്ണുനീർ വാർത്ത ഒരു യേശു. ഈ മനസ്സലിവിൻ്റെ ഭാവം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 33-ൽ ഒരു ശമരിയക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവ് കെട്ടി അവനെ തന്നെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. കഴിഞ്ഞ ദിവസം അഭിനന്യ തീത്തോസ് തിരുമേനി ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തിരുമേനിമാരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്ന അവരാരും പറഞ്ഞിട്ട് പറയുകയല്ല, ഞാനങ്ങ് ഓർത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തീത്തോസിനുടെ പ്രസംഗത്തിൽ ഈ ഭാഗം നന്നായി എടുത്ത് പറഞ്ഞു. രക്ഷ ചെയ്തു, അർത്ഥപ്രാണനായിരുന്ന മനുഷ്യനെ രക്ഷ ചെയ്തു. തിരുമേനി ചോദിക്കുകയുണ്ടായി, നമ്മളൊക്കെ വിചാരിച്ചാൽ എത്ര അർത്ഥപ്രാണരായിരിക്കുന്നവരെ രക്ഷ ചെയ്യുവാനായിട്ട് കഴിയും? ശമരിയക്കാരൻ്റെ മനസ്സലിവ് വഴിപോക്കനെ രക്ഷ ചെയ്തു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ദൈവവിശ്വാസി എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ മനസ്സലിവ് ഇതിനകം ആരെയെങ്കിലും രക്ഷ ചെയ്തിട്ടുണ്ടോ? ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയട്ടെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. വൈകിപ്പോയിട്ടില്ല, ഇനിയും രക്ഷപ്പെടുത്താം. 50 വയസ്സ് വരെ ജീവിക്കാൻ ദൈവം ആരോഗ്യം തന്നു.
60 വയസ്സ് വരെ ജീവിക്കാൻ ദൈവം ആരോഗ്യം തന്നു. 70 വയസ്സ് വരെ, 80 വയസ്സ് വരെ, 90 വയസ്സ് വരെ ആയുസ്സും ആരോഗ്യവും ദൈവം ദാനമായി നൽകിയപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഈ മനസ്സലിവ് ആരെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? ഈ മനസ്സലിവ് ദൈവമേ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കോസ് 15:20 ഉടനായി പുത്രൻ്റെ ഭാഗം വായിക്കുമ്പോൾ പിതാവിൻ്റെ മനസ്സലിവ് നഷ്ടപ്പെട്ട മകനെ വീണ്ടെടുക്കുവാൻ സഹായകരമായി തീർന്നു. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ യജമാനൻ ദാസൻ്റെ മേൽ മനസ്സലിഞ്ഞ് കടം വിളച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൻ്റെ മനസ്സലിവ് എത്ര പേർക്ക് രക്ഷയായിട്ടുണ്ടാവും? എത്ര പേർക്ക് സൗഖ്യം നൽകുവാൻ ഇടയായിട്ടുണ്ട്? എത്രയോ നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയും. ക്രിസ്തു മനസ്സിൻ്റെ ഈ മനസ്സലിവ് നമ്മിലേക്ക് പകരപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സാധാരണയായി ആവർത്തിക്കാറുള്ളൊരു പ്രാർത്ഥന ഈ സ്റ്റേജിൽ നിന്നും ആവർത്തിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എനിക്കിഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ്. വേൾഡ് വിഷൻ ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ, മാരാവണ്ണ കൺവെൻഷൻ്റെ മുൻ പ്രസംഗനായിരുന്ന ബോപ്പിയേഴ്സിൻ്റെ ഒരു പ്രാർത്ഥന, വളരെ പ്രശസ്തമായൊരു പ്രാർത്ഥന. വേൾഡ് വിഷനിൽ അവരാവർത്തിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണമേ. ലോർഡ്, ലെറ്റ് മൈ ഹാർട്ട് ബി ബ്രോക്കൺ ബൈ ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവമേ, നിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏത് കാഴ്ചയും എൻ്റെ ഹൃദയത്തെയും വേദനിപ്പിക്കണമേ. നാം ഈ വായിച്ച ഭാഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. അവൻ്റെ ഹൃദയത്തെ വേദനിച്ചു. അവന് മനസ്സലി ഉണ്ടായി, അവനതിനോട് പ്രതികരിച്ചു. പ്രിയമുള്ളവരെ, ഏതെങ്കിലും കാഴ്ച നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും വാർത്തകൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടോ? ഇതാകട്ടെ നമ്മുടെയും പ്രാർത്ഥന. നമ്മുടെ മനസ്സ് മരവിച്ചു പോയോ? വചനം കേൾക്കുന്നുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു കുറവുമില്ല, മനസ്സ് മരവിച്ചു പോയോ? ഈ കാഴ്ചകളും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നില്ല എങ്കിൽ മരവിച്ചു പോയെന്നെൻ്റെ വിചാരം. ശരീരം മരവിച്ചാൽ ഡോക്ടറെ കാണാം, മനസ്സ് മരവിച്ച ആരെ കാണാനാ? മരവിച്ചു പോയിട്ടുണ്ടാവാം. ദൈവമേ, എൻ്റെ മനസ്സ് മരവിച്ചു പോകാതെ മനസ്സലിയുള്ള ഒരു മനസ്സായി തീരുവാനിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ധാർമ്മിക രോഷം കൊള്ളുന്ന ക്രിസ്തു മനസ്സിൻ്റെ ഭാവം. ധാർമ്മിക രോഷം കൊള്ളുന്ന ക്രിസ്തു മനസ്സിൻ്റെ ഭാവം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നത്. ദേവാലയ ശുദ്ധീകരണം നമുക്കറിയാവുന്ന ഭാഗമാണ്. യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെയും പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് യെരൂശലേം ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ദേവാലയങ്ങളിൽ വല്ലതും ഇതുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഞാൻ തരുതെന്നുള്ളതേ ഉള്ളൂ. കള്ളന്മാരുടെ ഗുഹയായിട്ടുണ്ടോ? ഈ ധാർമ്മിക രോഷം നമ്മളിൽ എപ്പോഴെങ്കിലും ഉയർന്നു വരാറുണ്ടോ? അധികാരത്തിൻ്റെ ദുർവിനിയോഗവും സാമ്പത്തിക ചൂഷണവും എല്ലാം കർത്താവ് ചോദ്യം ചെയ്തും നമ്മുടെ ഇടവുകളുടെയൊക്കെ ചുമതലയിലായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് ചാട്ടവാർ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പണത്തിൻ്റെ ദുർവിനിയോഗം, ദേവാലയത്തിൽ പണത്തിൻ്റെ ധൂർത്ത്, ബാങ്ക് റെക്കോർഡുകൾ കാണിക്കുന്ന കൃത്രിമം, ആവശ്യത്തിലധികമായി അനധികൃതമായി ട്രസ്റ്റിമാർ കയ്യിൽ സൂക്ഷിക്കുന്ന പണം, മനുഷ്യന് സ്തോത്രകാഴ്ചയായി ഇടുന്ന പണം, മാസവരിയായി ഇടുന്ന പണം തിരിമറി നടത്തുന്ന നമ്മുടെ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ. എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയായി തീർന്നിട്ടുണ്ടോ? അടുത്തിടയിൽ ആരോ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. അതിനകത്ത് ഞാൻ വായിച്ചു നോക്കാൻ സമയം കിട്ടിയില്ല. സ്തോത്രകാഴ്ച സഞ്ചയിൽ നിന്ന് മോഷിക്കുന്ന കാര്യത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഇവിടെ നമ്മുടെ ദേവാലയം ഇതര ഇടങ്ങളിലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പർവ്വതീകരിച്ച് പറയാറുണ്ട്. എവിടെ നമ്മുടെ ദേവാലയങ്ങൾ ഏതവസ്ഥയിലാണ്? അധികാരത്തിന് ദുർവിനിയോഗമുണ്ടോ? സാമ്പത്തിക കാര്യങ്ങളിൽ അവിശ്വസ്തത കാണിക്കുന്നുണ്ടോ? പണത്തിൻ്റെ ചൂഷണങ്ങളുണ്ടോ? ഇവയെ ചോദ്യം ചെയ്ത കർത്താവിൻ്റെ ഈ ധാർമ്മിക രോഷം നമ്മളിലേക്ക് പകരപ്പെടണം. ഇന്നലത്തെ യോഗത്തിൽ ശക്തമായി റവറൻ മോളോ വിൽസൺ പറയുകയുണ്ടായി,
സഭയിൽ തന്നെ ഭൂതബാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെ ലോകത്തെ ഭൂതത്തെ നമുക്ക് പുറത്തിറക്കാനായിട്ട് കഴിയും? അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഭൂതഗ്രസ്തൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ സഭയിൽ തന്നെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കാര്യമല്ല, നമ്മളെ ഇവിടെ വന്ന് പറയുമ്പോൾ അതൊക്കെയല്ല പറയാൻ ഒക്കൂ. അദ്ദേഹത്തിന് അറിയത്തുമില്ല. എന്നാൽ നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട്ടിൽ ഈ സഭയിൽ ഭൂതങ്ങളുള്ളപ്പോൾ പുറത്തുള്ള ഭൂതങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? സമൂഹത്തിലെ തിന്മകളെന്ന് അതിൻ്റെ അർത്ഥം. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഉപകാരമില്ലാതെ പോയാൽ അതിനെന്തെന്നുകൊണ്ട് രസം വരുത്താം. നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ സഭകൾ, യേശു കർത്താവിൻ്റെ ആ കോപം. ഇപ്പോൾ ഇലക്ഷൻ്റെയൊക്കെ നാളുകളിലാണ്, ഇലക്ഷൻ്റെ നാളുകളാണ് പള്ളികളിലൊക്കെ. ചിലയിടങ്ങളിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുക, ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്നു. സത്യസന്ധമായി സാക്ഷ്യമില്ലാത്ത ഒരാളിനെ അകറ്റി നിർത്തുവാൻ നമുക്ക് കഴിയുമോ? ഒരച്ഛൻ എന്നോട് പറയുന്നുണ്ട്, എല്ലാ വർഷവും അദ്ദേഹം തന്നെ അൽമായ ശുശ്രൂഷയില്ല, പക്ഷേ ഒരു പഗ് അടിച്ചിട്ടേ പള്ളി വരത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് പറയാനൊക്കെയല്ല. ജനങ്ങൾക്കറിയാം, പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. പാടില്ല എന്ന് പറയുവാനുള്ള ആർജവം വിശ്വാസിക്കുണ്ടോ? ഇതാണ് കർത്താവിൻ്റെ ഭാവം. ഈ ഭാവം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തിരുത്തൽ ശക്തി ആകേണ്ട ഇടങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ കർത്താവ് നിശബ്ദമായി നമ്മോട് പറയുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. തിന്മ ശക്തികളോടുള്ള നമ്മുടെ നിശബ്ദതയും നിസ്സംഗതയും സമരസപ്പെടലും യേശു കർത്താവിൻ്റെ മനസ്സിൽ നിന്ന് നമ്മെ അകറ്റുന്നവയല്ലോ. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്ന അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ നോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. പരീശന്മാർ മിണ്ടാതിരുന്നു. അതാണ് നിശബ്ദത. പരീശന്മാർ മിണ്ടാതിരുന്നു. അതാണ് നിശബ്ദത. അപ്പോൾ യേശു ദുഃഖിച്ചു. ദുഃഖം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശു കോപിച്ചു. ഈ നിശബ്ദത കണ്ട് കോപിച്ച കർത്താവിൻ്റെ കോപഭാവം, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ ഏതാണ് വിഹിതമെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയാം നന്മ ചെയ്യുകയാണ് വിഹിതം, ജീവനെ രക്ഷിക്കുകയാണ് വിഹിതമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ അവരോ മിണ്ടാതിരുന്നു. എവിടെയെല്ലാം നമ്മൾ മിണ്ടാതിരിക്കുന്നു. ദൈവം കോപിക്കുന്നുണ്ട്, സംശയമില്ല, കോപിക്കുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. ശബത്തിൽ ഈ കർത്താവിനെ കോപിപ്പിച്ച ഈ നിശബ്ദത, അനീതിക്കും അന്യായത്തിനും അധർമ്മത്തിനും എതിരെ ഈ കോപഭാവം നമ്മളിലുണ്ടോ? ഞാനൊരു നിശബ്ദ ദർശകനല്ല. ഐ ആം നോട്ട് എ സൈലൻറ്റ് സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞത് ഈ കോപഭാവത്തിൻ്റെ ധാർമ്മിക രോഷത്തിൻ്റെ വക്താവായ ആദിവാസികളുടെ കാവലാളായ ഫാദർ സ്റ്റാൻ സ്വാമിയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാനൊരു നിശബ്ദ ദർശകനല്ല. ഐ ആം നോട്ട് എ സൈലൻറ്റ് സ്പെക്ടേറ്റർ. തമിഴ്നാട്ടിൽ ജനിച്ച് ഇന്ത്യയിലും വിദേശത്തും ബിരുദാനന്തര പഠനവും ഉപരിപഠനവും നടത്തി അനീതിക്കെതിരെ പോരാടാനാണ് അദ്ദേഹം ജസ്യൂട്ട് സഭയിലൂടെ ലക്ഷ്യമിട്ടത്. ജാർഖണ്ഡിൽ റാഞ്ചിയിൽ ആദിവാസികളുടെ ഭൂമിയുടെ അവകാശത്തിനായി പോരാടി അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. വലിയ വില കൊടുക്കേണ്ടി വന്നു. 84-ാം വയസ്സിൽ അദ്ദേഹം തടവിൽ വെച്ച് മരിച്ചു. തിന്മയോടുള്ള പോരാട്ടം. ഇന്നത്തെ പ്രസംഗത്തിൽ എവിടെയോ ബിഷപ്പ് പോൾ സ്വരൂപ സൂചിപ്പിച്ചായിട്ട് ഞാൻ കേട്ടു. വി ആർ കോൾഡ് നോട്ട് ആസ് എ സ്പെക്ടേറ്റർ ബട്ട് ആസ് സെർവൻസ് ഡൂയിങ് ജസ്റ്റിസ്. ഒരു കാഴ്ചക്കാരനായി ഇരിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് സ്റ്റാൻ സ്വാമി പറഞ്ഞത്. ഐ ആം കോൾഡ് നോട്ട് ജസ്റ്റ് ടു ബി എ സ്പെക്ടേറ്റർ, സൈലൻറ്റ് സ്പെക്ടേറ്റർ. ഇതുതന്നെയാണ് ബിഷപ്പ് പോൾ സ്വരൂപ് പറഞ്ഞത്. വി ആർ ചർച്ച് ഈസ് കോൾഡ് നോട്ട് ആസ് സ്പെക്ടേറ്റേഴ്സ് ബട്ട് ആസ് സെർവൻസ് ഡൂയിങ് ജസ്റ്റിസ്. പ്രിയമുള്ളവരെ, തിന്മയോടുള്ള പോരാട്ട ഭാവം എവിടെ നമ്മളിൽ? ഈ ഭാവം നമ്മളിലേക്ക് പകരപ്പെടട്ടെ. ഏതിടത്തെയും അനീതിയും എല്ലായിടത്തെയും നീതിക്ക് ഭീഷണിയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നിസ്സംഗതയോടും നിശബ്ദതയോടും കോപിക്കുന്നൊരു ദൈവം, ആ കോപത്തിൻ്റെ ഭാവം നമ്മളിലുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. മൂന്നാമതായി, ക്രിസ്തു മനസ്സിൻ്റെ ചേർത്ത് പിടിക്കുന്ന ഭാവം. ക്രിസ്തു മനസ്സിൻ്റെ ചേർത്ത് പിടിക്കുന്ന ഭാവം. അതും ഈ വേദിയിൽ ഒരു പ്രസംഗത്തിൽ പിന്നെ തീത്തോസ്തിനുമേൽ തന്നെ പറയുകയുണ്ടായി. നോട്ട് അദറിങ് ബട്ട് ബ്രദറിങ്. നോട്ട് അദറിങ് പൂർണ്ണമായിട്ട് കൂടുതലൊന്നും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കരുത്. ബാക്കിയൊക്കെ ഈ പ്രസംഗിച്ച തിരുമേനും ആരങ്ങ് പറയും.
ഞാൻ അതിൽ നിന്നൊക്കെ ചില അടർത്തിയെടുത്ത ചില ചിന്തകളെന്ന് മാത്രമേ ഉള്ളൂ. നോട്ട് അതറിങ് ദി അതർ പേഴ്സൺ. അതർ മനുഷ്യൻ അപരനെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല, പിന്നെയോ സഹോദരൻ എന്ന നിലയിൽ ചേർത്ത് പിടിക്കുകയാണ് ആവശ്യം. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അങ്ങോളം ഇങ്ങോളം ചേർത്ത് പിടിക്കുന്ന ഒരു ഭാവം കാണിച്ചാണ്. ധാരാളം ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെയൊക്കെയാണ് യേശു കർത്താവ് ചേർത്ത് പിടിച്ചത്? യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടം തൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നു. അവർ മടങ്ങിപ്പോകാറായപ്പോൾ യേശുക്രിസ്തുവിന് അറിയാം താൻ എന്താ ചെയ്യാൻ പോകേണ്ടത്. അവനറിയാം. എങ്കിലും അവൻ പറയുന്ന ശിഷ്യന്മാരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ദിവസത്തിൽ എഴുതിയിട്ടുണ്ട്. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരിക്കെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഈ നിങ്ങളെ കൂടാതെ അവരെ കൂടാതെ യേശുവിന് ഭക്ഷിപ്പാൻ കൊടുക്കാം. വായിൽ നിന്ന് വേണമെങ്കിലും വെള്ളത്തിന്മേൽ നട കർത്താവ്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കർത്താവ്, രോഗികളെ സൗഖ്യമാകുന്ന കർത്താവിന് ഈ ശിഷ്യന്മാരെ കൂടാതെ എന്ത് വേണേലും ചെയ്യാം. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവരെ ചേർത്ത് നിർത്തിയാണ്. തിബിരിയാസ് കടക്കരയിൽ വെച്ച് വലിയൊരു മീൻകൂട്ടം അകപ്പെട്ട വലയുമായി അവർ വല വലിച്ചു കയറ്റുമ്പോൾ അവർ വന്ന് കയറിയപ്പോൾ എന്താ കണ്ടത്? അവിടെയെല്ലാം വറുത്ത മീനും എല്ലാം കനണ്ടയിൽ അപ്പമൊക്കെ ചുട്ടു വച്ചിരിക്കുക. എങ്കിലും യേശു എന്താ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ പിടിച്ചത് കുറച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ അധ്വാന ഫലം ഞാൻ കാണുന്നു. അവരുടെ അധ്വാന ഫലം കൊണ്ടുവരാൻ പറയുമ്പോൾ അവരെ സ്വീകരിക്കുകയാണ്. അവർക്ക് കൊടുക്കാനുള്ള വറുത്ത മീനും ഒക്കെ കനലയിലുണ്ട്. അവർ കയറിയപ്പോൾ അത് കണ്ടു. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ അധ്വാനിച്ച് പിടിച്ച മീനല്ലേ, ഇപ്പോൾ പിടിച്ച ചില മീൻ ഇവിടെ കൊണ്ടുവരിക. മറുരൂപമലയിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന യേശു കർത്താവ്, യായിറോസിൻ്റെ മകളെ വേർപ്പിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന കർത്താവ്. എത്രയോ ഉദാഹരണങ്ങൾ. ക്രിസ്തു മനസ്സിന് ഇത് സാധിച്ചുവെങ്കിൽ നമുക്ക് ഈ ബ്രദറിങ് സാധിക്കുമോ? അതോ ഇനിയും ഈ അതറിങ് നിർത്തൂ. ഇനി അതറിങ് പാടില്ല. യേശുവിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ഈ ഭാവം ചേർത്ത് പിടിക്കുന്നൊരു ഭാവം നമ്മളുണ്ടാവേണ്ടത്. രാവിലത്തെ പ്രസംഗത്തിൽ സ്വന്തം നാട്ടിൽ തന്നെ പ്രവാസത്തിൽ കഴിയുന്ന ആളുകളെക്കുറിച്ചൊക്കെ തിരുമേനി ഓർപ്പിച്ച് ഞാൻ ഓർക്കുന്നു. സ്വന്തം നാട്ടിൽ തന്നെ പ്രവാസം എന്നൊക്കെ പറയുമ്പോൾ വിദേശത്തേക്ക് നാട് കടത്തിയവരെക്കുറിച്ചാണ്. അതുമായിട്ടുള്ള പ്രസംഗമായിരുന്നു. എന്നാൽ തിരുമേനി പറഞ്ഞു, ഈ സ്വന്തം നാട്ടിൽ തന്നെ പ്രവാസത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം അതറിങ്ങാണ്. ഇല്ലേ? നമ്മുടെ വീടുകളിൽ പ്രവാസത്തിൽ കഴിയുന്നവരില്ലേ? സഹോദരങ്ങൾ ആരെയെല്ലാം ദി അതർ എന്ന് പറയുന്നു. ഒരു കുടുംബത്തിൽ തന്നെ പെട്ട സഹോദരങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരാണ്, പല സഭയിൽ പോകുന്നവരാണ്. പക്ഷെ അവർ തമ്മിലൊന്നും പൊതുവായിട്ടില്ല. ഒരു കുടുംബത്തിനുള്ളിൽ എത്രയോ ഉദാഹരണങ്ങൾ, ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കുടുംബത്തിനുള്ളിൽ ദി അതറിങ്, ഇടവകയ്ക്കുള്ളിൽ ദി അതറിങ്. ഇലക്ഷൻ വരുമ്പോഴറിയാം ദി അതറിങ്. എത്ര യോഗ്യനാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ലെങ്കിൽ ഒരിക്കലും ട്രസ്റ്റി ആകുകയില്ല, സെക്രട്ടറി ആകില്ല, അടുപ്പിക്കുകയില്ല. ചിലർ പറയാറുണ്ട്, ആ കുടുംബം അവിടെ ഭൂരിപക്ഷം, ഒരിക്കലും ഞങ്ങൾക്ക് സെക്രട്ടറി ആകാനൊക്കെയല്ല. ദി അതറിങ്. സഭയിലില്ലേ ദി അതറിങ്? അകറ്റി നിർത്തുക. യേശു കർത്താവിൻ്റെ ഭാവം ചേർത്ത് പിടിക്കുന്ന ഭാവമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിലേക്കുണ്ടാകണം. ഇന്നലെ ശ്രേഷ്ഠ ബാബ തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, എക്യൂമനിസം സാധ്യമായി തീരണമെങ്കിൽ അതറിങ് പോരാ, ബ്രദറിങ് ഉണ്ടാകണം. ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, ഈ വേദികളിലെ ഡയലോഗിലൂടെയുള്ള എക്യൂമനിസത്തേക്കാൾ പ്രാദേശിക തലത്തിൽ ആഴമായ ക്രിസ്തു വിശ്വാസത്തിലൂടെയേ വ്യത്യസ്തതകളോടുകൂടെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. വേദികളിലെ ഡയലോഗ് ഇതൊക്കെ നടക്കും, വളരെ വളരെ പണ്ഡിതോചിതമായ ഡയലോഗുകളൊക്കെ നടക്കും. ക്രിസ്തു സ്നേഹമില്ലെങ്കിൽ ഈ ഡയലോഗൊന്നും പ്രായോഗികമാക്കാൻ പ്രയാസം. പ്രാദേശിക തലങ്ങളിലെ ക്രിസ്തു സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ ഇടപെടലിലൂടെ ഈ എക്യൂമനിസം സാധിക്കുകയുള്ളൂ എന്ന് ശ്രേഷ്ഠ ബാബ പറഞ്ഞത് ഓർക്കുന്നു. ഏതെല്ലാം തലങ്ങളിൽ വ്യാപകമായ ഒഴിവാക്കൽ, എക്സ്ക്ലൂഷൻ നടക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സ് സഹപ്രവർത്തകരെയും കുഷ്ഠരോഗിയെയും അരികവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന മനസ്സായിരുന്നു. ഈ ഭാവം ഇന്ന് മുതലെങ്കിലും നമുക്കൊന്ന് പ്രായോഗികമാക്കാൻ ശ്രമിക്കാം. നെവർ ടു അതർ ദ പേഴ്സൺ ബട്ട് ടു ബ്രദർ ദ പേഴ്സൺ. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ രക്ഷ എന്ന് പറയുന്നത് ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് എന്ന് ഞാൻ ഭാഗം സക്കായിയുടെ ഭാഗമാണ് വിശദീകരിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ
മനഃപൂർവ്വമായി നമുക്ക് ശ്രമിക്കുക. ഈ രാത്രിയിൽ ആരെയെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഭവനത്തിൽ ആരെയെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇടവകയിൽ ആരെയെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വമായ ബോധപൂർവമായ ആരെയെങ്കിലും അകറ്റുന്നൊരു പ്രവണത നമ്മളിലുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളെ പ്രേരിപ്പിക്കുന്നു. വി വിൽ ബ്രദർ ദം, ചേർത്ത് നിർത്തും സഹോദരനെ പോലെ. നാലാമതായി യേശുവിൻ്റെ നൽകലിൻ്റെ ഭാവം. യേശുവിൻ്റെ നൽകലിൻ്റെ ഭാവം ഇതൊക്കെ എവിടെ നിന്ന് എന്ന് ചോദിക്കാം. ഞാൻ അല്പമായിട്ടൊക്കെ വിശദീകരിക്കുക. യേശു തന്നെ നൽകി. ക്രൂശിൽ പരമയാഗമായി അർപ്പിച്ചതിലൂടെ തന്നെ നൽകി. ഒരുവനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പീൻ. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്ന പടകും വലയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തന്നെ ഒരു ഉദാഹരണമാണ് നൽകലിൻ്റെ. തന്നെ പൂർണ്ണമായി നൽകി. അത് മാത്രമല്ല, നൽകുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നൊരു യേശു. 2 കാശ് ഭണ്ഡാരത്തിലിട്ട വിധവയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവൾ ധനികയല്ല, അവൾ പ്രമാണിയല്ല, ഒരു സാധാരണക്കാരിയാണ്. എല്ലാവരേക്കാളും അധികം ഇട്ടത് ഈ 2 കാശുള്ള സ്ത്രീയാണ്. അവളുടെ നൽകലിനെ മാനിച്ച ഒരു കർത്താവ്. പരീശന്മാർ അവനെ വാക്കിൽ കുറ്റം ചുമത്തേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് നല്ലതോ? നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. യേശു ചോദിക്കുന്നതിൽ മേരെടുത്ത് ആരുടേതാണ്? പറഞ്ഞു കൈസർക്കുള്ളത്. യേശു എന്താ പറഞ്ഞത്? കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തോ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തോ? ഇത് രണ്ടും കൊടുത്തേ മതിയാകുകയുള്ളൂ. ഇന്ന് കൈസർക്കും കൊടുക്കത്തില്ല, ദൈവത്തിനും കൊടുക്കത്തില്ല. ഉള്ള നികുതി എല്ലാം വെട്ടിച്ച് കൂട്ടാവുന്നിടത്തോളം കൂട്ടി. ഏതെല്ലാം വിധത്തിൽ നികുതി വെട്ടിക്കാമോ? പണം ധാരാളം. പോട്ടെ, നികുതി വെട്ടിച്ചാൽ പള്ളിയിലെങ്കിലും കൊടുക്കും, അതും കൊടുക്കത്തില്ല. പള്ളിയിലും കൊടുക്കത്തില്ല, കൈസർക്കും ഇല്ല, ദൈവത്തിനും കൊടുക്കത്തില്ല. കൂട്ടി വെക്കുക. കള്ളൻ വരുന്നത് പോലെ മരണം വരുമ്പോൾ ഇതാര് കൊണ്ടുപോകും? ബാങ്കുകാർ കൊണ്ടുപോകും. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവാൻ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകിയിരുന്ന ദാനം നൽകുവാൻ ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഏതാണ്ട് 12 മുതൽ 15 ലക്ഷം വരെ വീടുകളാണ് കേരളത്തിൽ കാലിയായിട്ട് കിടക്കുന്നതെന്ന്. 12 മുതൽ 15 ലക്ഷം വരെ വീടുകൾ എവിടെയോ ഒരു ലിസ്റ്റ് കണ്ടതാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ധാരാളം. ഹബക്കൂക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ നീ ദൈവത്തെ കൊള്ള ചെയ്യുകയാണ്. യു ആർ റോബിങ് ക്രൈസ്റ്റ്. നൽകലിനെ പ്രോത്സാഹിപ്പിച്ച യേശുവിൻ്റെ ഭാവം നമ്മളിലുണ്ടോ? ഈ ഭാവം നൽകുവാൻ ഇപ്പോഴും മടിയല്ലേ? ഇല്ലാഞ്ഞിട്ടാണോ? ഉണ്ട്. ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് ഗവൺമെൻറ് കൊടുക്കണം, കണക്ക് പറഞ്ഞ് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക. ദശാംശം മാറ്റി വെക്കാൻ പറയുമ്പോൾ മടിയാണ്. ഞങ്ങൾ പലപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ ചില ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഈ എപ്പിസ്കോപ്പൽ വിസിറ്റിൻ്റെ സമയത്ത് സ്തോത്ര കാഴ്ച, അന്ന് ഭദ്രാസനങ്ങൾക്കൊക്കെ 10-30 വർഷം മുമ്പ് പല ഭദ്രാസനങ്ങളിലും സാമ്പത്തികമായ പരിമിതികളുണ്ടായിരുന്നൊരു കാലമാണ്. അപ്പോൾ എപ്പിസ്കോപ്പൽ വിസിറ്റ് ആദ്യകാലത്ത് തിരുമേനിമാർ ആ പതിവ് ഏർപ്പെടുത്തിയിരുന്നതായിട്ടാണ് ഞാൻ അറിവ്. വരുവാനൊക്കെ കുറവായിരുന്നപ്പോൾ തിരുമേനിമാർ പള്ളിയൊക്കെ സന്ദർശിക്കുമ്പോൾ അന്ന് കിട്ടുന്ന സ്തോത്ര കാഴ്ച തിരുമേനിക്ക് പൊതിഞ്ഞ് കെട്ടിയാൻ കൊടുക്കും. അങ്ങനെ ഒരു പതിവായിരുന്നു. പിൽക്കാലത്തും ചില ഇടവുകളൊക്കെ അത് തുടർന്നു. അപ്പോൾ അന്നത്തെ സ്തോത്ര കാഴ്ച കൊച്ചു പള്ളിയിലൊക്കെ പോകുമ്പോൾ 300-400 രൂപ കിട്ടിയാൽ അത് പൊതിഞ്ഞ ട്രസ്റ്റി കൊണ്ട് കയ്യിൽ തരും. വലിയ പള്ളിയിൽ പോകുമ്പോൾ 7000 കിട്ടുമ്പോൾ ട്രസ്റ്റിക്ക് ഒരു പ്രയാസമാണ്. കാരണം 7000 രൂപ എങ്ങനെ തിരുമേനിയുടെ ഞാൻ കൊടുക്കുന്നത്? കൊച്ചു പള്ളിയിലെ 300 രൂപ കൊടുക്കാൻ ട്രസ്റ്റിക്ക് ഒരു വേദനയുമില്ല. വലിയ പള്ളിയിൽ 7000 രൂപ സ്തോത്രാഴ്ച കിട്ടുമ്പോൾ എപ്പിസ്കോപ്പൽ വിസിറ്റ് ഒഫേർട്ടറി കൊടുക്കാൻ മടിയാണ്. ഞങ്ങൾ മാർച്ചിൽ അങ്ങ് അയച്ചു തന്നേക്കാം. നൽകുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുക. ഈ മനസ്സ് നമ്മളിലേക്ക് പകരപ്പെടുമോ? ഇന്ന് സുവിശേഷ സംഘത്തിൻ്റെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഷെഡിൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായിട്ട് പോയപ്പോൾ ധാരാളം മധ്യവയസ്കരായ സഹോദരങ്ങളെ കണ്ട് എനിക്ക് സന്തോഷം തോന്നി. അവരുടെ ആളാമ്പഴത്തെ സുവിശേഷ വില ചെയ്യുന്നവരാണ്. ഗൾഫിൽ നിന്ന് റിട്ടയർ ചെയ്തവർ, ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്തവർ. അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരാഴ്ച സുവിശേഷ വേല ഈ മണൽപ്പുറത്ത്, രാവിലെ വന്ന് വൈകുന്നേരം വരെ അവരിവിടെ മണൽപ്പുറത്താണ്. ഉച്ചസമയത്ത് അവിടെ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള സഹോദരങ്ങളെ കണ്ട് അവരുടെ കൂടെ വർത്തമാനം പറയുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയുള്ളവരെ പണം മാത്രം നൽകിയാൽ പോരാ. ഇതിനാണ് ഞാൻ പറയുന്നത്, ആയുസ്സിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി കൊടുക്കുക. ആയുസ്സിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി കൊടുക്കുക. നമുക്ക് സാധിക്കുമോ? ഇവരെല്ലാവരും നല്ലപോലെ ജോലി ചെയ്ത് പെൻഷൻ വാങ്ങിക്കുന്നവരാണ് അവിടെ വന്ന് ഉച്ചയ്ക്കുണ്ണാൻ വന്നിരിക്കുന്നവർ. അവരുടെ ആയുസ് ഈ ഒരാഴ്ച
സുവിശേഷ വിലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുക. ഇന്ന് ഏതെല്ലാം തലങ്ങളിൽ നമുക്കിത് കഴിയും. നൽകേണ്ടത് പണം മാത്രമല്ല, ജീവനെ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിച്ച് ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അവസാനമായി വിനയത്തിൻ്റെയും എളിമയുടെയും ഭാവം. യേശു മനസ്സിൻ്റെ ഭാവമാണ് വിനയത്തിൻ്റെയും എളിമയുടെയും ഭാവം. അരയിൽ റൂമാൽ ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകിയ കർത്താവ്, ആ വിനയത്തിൻ്റെ ഭാഗം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതാണ് താഴ്മ, ഇതാണ് വിനയം, ഇതാണ് ഇല്ലാതായിത്തീരുക എന്ന് പറയുന്നത്. സാമാന്യം അല്പം നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, സാമാന്യം ജീവിക്കാൻ അല്പം പണമുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ, വിദ്യാഭ്യാസം ലഭിച്ചാൽ, പാരമ്പര്യം, ഇവയൊക്കെ നമ്മെ നിഗളവും അഹംഭാവവും ഉള്ളവരാക്കുന്നില്ലേ? ദൈവത്തെപ്പോലും വിലയ്ക്ക് വാങ്ങാമെന്ന് ചിലർ ചിന്തിച്ചു പോകുന്നു. ഇവയൊക്കെ ക്രിസ്തു മനസ്സിൻ്റെ ഭാവങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്നവയല്ലേ? പ്രിയരെ, ഈ സന്ധ്യയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രം. ഒന്നാമത്തെ ഭാഗമായി ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസം എവിടെ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശുവിൽ മാത്രം. അവൻ നമ്മുടെ കർത്താവും ദൈവവും. ഇതുറക്കെ പറയുവാൻ നമുക്ക് കഴിയണം. 2, യേശുവാണ് നമ്മുടെ കർത്താവും ഭാവവുമെങ്കിൽ യേശുവിലുള്ള ഭാവം നമ്മളിലുണ്ടായിരിക്കണം. 1, മനസ്സലിവിൻ്റെ ഭാവം. 2, ധാർമ്മിക രോഷം കൊള്ളുന്ന അനീതിക്കും അന്യായത്തിനുമെതിരെയുള്ള ഭാവം. 3, അവരനെ ചേർത്ത് പിടിക്കുന്ന ഭാവം. അവരുടെ ചേർത്ത് പിടിക്കുന്ന ഭാവം പറയുമ്പോൾ ഞാൻ കൊച്ചുദാഹരണം ഓർത്ത് പറയാൻ അന്നേരം വിട്ടുപോയി. കാക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ കാക്ക എവിടെയെന്തെങ്കിലും തീറ്റി കൊത്തിപ്പറിച്ചാൽ അതുകൊണ്ട് പോയി ഇരുന്നിട്ട് തന്നെ തിന്നത്തില്ലെന്നാണ് പറയുന്നത്. അതൊരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ വേറെ കാക്കകളെല്ലാം ഓടി വരും ചുറ്റുപാട്. മനുഷ്യന് എവിടെന്നെങ്കിലും അല്പം കിട്ടിയാൽ തന്നെ ആരും കാണാതെ, പിള്ളേർക്ക് ടിഫിൻ കൊടുത്തയക്കപ്പോഴും പറയാറുള്ളത്, ആരും കാണാതെ ഇതെല്ലാം കഴിച്ചോണം. കാക്കയ്ക്ക് പോലും ഒരു വിചാരമുണ്ട്, എനിക്ക് ഇച്ചിരി ഭക്ഷണം കിട്ടിയാൽ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി ഭക്ഷണം കഴിപ്പിക്കണമെന്ന്. ചേർത്ത് പിടിക്കുക, നൽകലിൻ്റെ ഭാവം, വിനയത്തിൻ്റെയും എളിമയുടെയും ഭാവം, ക്രിസ്തുവിൻ്റെ ഈ ഭാവം നമ്മളിലേക്ക് പകരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് പ്രസാദകരമായി സമൂഹത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.